ഹായ് ഓൾ, എല്ലാവർക്കും L3 വ്ളോഗിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുകളും എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ നമുക്കറിയാം ബ്രിട്ടീഷുകാർ നമ്മുടെ ഇന്ത്യയിലോട്ട് വന്നത് ഇന്ത്യയിലോട്ട് വന്നത് എന്തിനാണ്? അവരുടെ കച്ചവട ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് അവർ നമ്മുടെ ഇന്ത്യയിലോട്ട് വരികയും 1757 പ്ലാസി യുദ്ധം നടക്കുന്നത് ഈ പ്ലാസി യുദ്ധം മുതൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം വരെയുള്ള ഈ ഒരു 100 വർഷ കാലയളവിലാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വലിയൊരു ഭാഗം പ്രദേശങ്ങളും ആര് കീഴടക്കുന്നത്? നമ്മുടെ ബ്രിട്ടീഷുകാരെ അവരുടെ ഭരണത്തിന് കീഴിലാക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഏകദേശം ഒരു 63% പ്രദേശങ്ങൾ ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായിരുന്നു. ശേഷിക്കുന്ന പ്രദേശങ്ങളിൽ ഭൂരിഭാഗവും ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലുള്ള നാട്ടുരാജാക്കന്മാരായിരുന്നു ഭരിച്ചിരുന്നത്. അപ്പോൾ ഇവർ ഡയറക്റ്റായിട്ട് ഒരു 63% പ്രദേശങ്ങളും ബ്രിട്ടീഷുകാരെ ഡയറക്റ്റായിട്ട് ഭരിച്ചിരുന്ന പ്രദേശങ്ങളായിരുന്നു. ബാക്കിയുള്ളവ ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിൽ തന്നെയായിരുന്നു. പക്ഷേ അവിടെ നാട്ടുരാജാക്കന്മാരായിരുന്നു ഭരിച്ചിരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ ഇന്ത്യയിലെ ഭൂരിഭാഗവും പ്രദേശങ്ങൾ അവർ കീഴടക്കുകയും അവരുടെ ചൂഷണങ്ങൾ നമ്മുടെ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ നടപ്പിലാക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്നു അതിനുശേഷം നമ്മുടെ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായ പ്രദേശങ്ങളാണ് ഇവിടെ യെല്ലോ കളറിലായിട്ട് കൊടുത്തിരിക്കുന്നത്. ഈ യെല്ലോ കളർ ഷെയ്ഡിൽ കൊടുത്തിരിക്കുന്നത് 1857 ശേഷം ഇത്രയേറെ പ്രദേശങ്ങൾ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ കീഴടക്കി കഴിഞ്ഞിരുന്നു. അപ്പോൾ ഇവരെന്തൊക്കെ നയങ്ങളാണ് ഇവിടെ നടപ്പിലാക്കിയത്? ബ്രിട്ടീഷുകാരുടെ നയങ്ങൾ എന്തൊക്കെയായിരുന്നു? ഇതെങ്ങനെയാണ് നമ്മുടെ ജനങ്ങളെ ബാധിച്ചത് എന്നൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന പ്രധാനപ്പെട്ട ഒരു ഭൂനികുതി വ്യവസ്ഥയായിരുന്നു ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. ഇത് നടപ്പിലാക്കിയ പ്രദേശങ്ങൾ ഏതൊക്കെയായിരുന്നു? ബംഗാൾ, ബീഹാർ, ഒറീസ പ്രദേശങ്ങളിലായിരുന്നു. അപ്പോൾ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ സമ്പ്രദായം നടപ്പിലാക്കിയത് ഏതൊക്കെ പ്രദേശങ്ങളിലാണ്? ബംഗാൾ, ബീഹാർ, ഒറീസ. ഇതുപോലെ റൈറ്റ് വാരി വ്യവസ്ഥ, ഇതും ഇവർ കൊണ്ടുവന്ന ഒരു ഭൂനികുതി വ്യവസ്ഥയാണ് റൈറ്റ് വാരി വ്യവസ്ഥ. ഇത് ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിലാണ് കൊണ്ടുവന്നത്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ഉത്തരേന്ത്യൻ പ്രദേശങ്ങളിൽ, അതായത് നോർത്ത് ഇന്ത്യൻ ഭാഗങ്ങളിലെ ബംഗാൾ, ബീഹാർ, ഒറീസ തുടങ്ങിയ പ്രദേശങ്ങളിലാണെങ്കിൽ റൈറ്റ് വാരി വ്യവസ്ഥ കൊണ്ടുവന്നത് എവിടെയാണ്? ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിലാണ് ഇവർ റൈറ്റ് വാരി സമ്പ്രദായം കൊണ്ടുവന്നത്. ഇനി മഹൽവാരി വ്യവസ്ഥയുണ്ട്. ഇത് വടക്ക് പടിഞ്ഞാറ് ഇന്ത്യയോട് ചേർന്നുള്ള ഭാഗങ്ങളിൽ നടപ്പിലാക്കിയ ഒരു ഭൂനികുതി വ്യവസ്ഥയായിരുന്നു മഹൽവാരി വ്യവസ്ഥ. അപ്പം ഇത്തരം ഭൂനികുതി വ്യവസ്ഥകളൊക്കെ ജനജീവിതത്തെ ദുരിതത്തിലാക്കി. അപ്പോൾ നിങ്ങൾ പഠിക്കാം ഏതൊക്കെയായിരുന്നു ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥകൾ, അതുപോലെ ഇത് നടപ്പിലാക്കിയ പ്രദേശങ്ങൾ ഏതൊക്കെയായിരുന്നു. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത് ബംഗാൾ, ബീഹാർ, ഒറീസ പ്രദേശങ്ങളിലാണ്. റൈറ്റ് വാരി വ്യവസ്ഥ നടപ്പിലാക്കുന്നത് ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിലായിരുന്നു. മഹൽവാരി വ്യവസ്ഥ വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിലാണ് മഹൽവാരി വ്യവസ്ഥ നടപ്പിലാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരാം, ശാശ്വത ഭൂനികുതി വ്യവസ്ഥ താഴെ പറയുന്നതിൽ ഏതെല്ലാം പ്രദേശങ്ങളിലാണ് നടപ്പിലാക്കിയിരുന്നത്? അപ്പോൾ ഓപ്ഷനിൽ ചിലപ്പോൾ ഈ 3 ഓപ്ഷൻസ് ഉണ്ടാവും. ബംഗാൾ, ബീഹാർ, ഒറീസ എന്നുണ്ടാവും. ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിൽ നിന്നും വടക്കു പടിഞ്ഞാറ് ഇന്ത്യ എന്നൊക്കെ ഓപ്ഷനിൽ കാണും. അപ്പോൾ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത് ബംഗാൾ, ബീഹാർ, ഒറീസയാണെന്ന് പഠിച്ചിരിക്കുക. അതുപോലെ റൈറ്റ് വാരി വ്യവസ്ഥ ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിലാണ്. മഹൽവാരി വ്യവസ്ഥ വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിലാണെന്ന് കൂടി പഠിക്കാം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ശാശ്വത ഭൂനികുതി വ്യവസ്ഥയുടെ സവിശേഷതകൾ എന്തൊക്കെയായിരുന്നു എന്നാണ്. അപ്പോൾ ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ ഒരു പ്രദേശത്തെ നികുതി പിരിച്ചിരുന്നത് ആരായിരുന്നു? സെമീന്ദാർമാരായിരുന്നു. അപ്പോൾ ഈ ഒരു സമ്പ്രദായ പ്രകാരം നികുതി പിരിക്കാനുള്ള അവകാശം ആർക്കായിരുന്നു? സെമീന്ദാർ എന്നറിയപ്പെടുന്ന ഒരു വിഭാഗത്തിനായിരുന്നു. അപ്പോൾ നികുതി
നികുതി പിരിവിന് അധികാരമുണ്ടായിരുന്ന പ്രദേശത്തെ മുഴുവൻ ഭൂമിയുടെയും ഉടമസ്ഥനാരായിരുന്നു? ഈ ജമീന്ദാർമാരായിരുന്നു, കർഷകരായിരുന്നില്ല. അപ്പോൾ ഈ നികുതി പിരിക്കാൻ അവകാശമുണ്ടായിരുന്ന പ്രദേശത്തിൻ്റെ മുഴുവൻ ഭൂമിയുടെയും ഉടമസ്ഥനും ആരായിരുന്നു? സെമീന്ദാർമാരായിരുന്നു. അപ്പോൾ സെമീന്ദാർമാരായിരുന്നു നികുതി പിരിച്ചിരുന്നത് കർഷകരിൽ നിന്നും. ഈ ഭൂമിയുടെ ഉടമസ്ഥനും ആരായിരുന്നു? ജമീന്ദാർമാരായിരുന്നു. അപ്പം ഈ ജമീന്ദാർമാർ ഭൂവുടമകളായതോടെ യഥാർത്ഥ കർഷകരെന്താണ് അവിടെ കുടിയാന്മാരായിട്ട് മാറുകയാണ്. അപ്പം കർഷകര് കുടിയാന്മാരായിട്ട് മാറി. ജമീന്ദാർ എന്ന് പറയുന്ന വിഭാഗം എന്താണ്? ഭൂമിയുടെ ഉടമകളാവുകയും കർഷകരെന്താണ് അവിടെ കുടിയാന്മാരായിട്ട് മാറുകയും ചെയ്തു. പിന്നെ ഇവരെന്താണ് 60% വരെ കർഷകരെന്താണ് ഇവർക്ക് നികുതി നൽകണമായിരുന്നു. എത്ര ശതമാനം? 60% വരെ എന്താണ് കർഷകർ നികുതി നൽകണമായിരുന്നു. അപ്പം വിളവ് മോശമായാലും എന്താണ് ഈ 60% നികുതി ഇവർ നൽകണമായിരുന്നു. അപ്പം നിശ്ചിത തീയതികളിൽ എന്താണ് നികുതി പണമായി നൽകണമായിരുന്നു. നിശ്ചിത തീയതികളിൽ നികുതി പണമായിട്ട് തന്നെ നൽകണമായിരുന്നു. അപ്പോൾ എന്തൊക്കെയായിരുന്നു ഈ ശാശ്വത ഭൂനികുതി വ്യവസ്ഥയുടെ പ്രത്യേകത എന്ന് പറയുന്നത്? ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ ഒരു പ്രദേശത്തിൻ്റെ നികുതി പിരിച്ചിരുന്നത് ആരാണ്? ജമീന്ദാർമാരായിരുന്നു. ഇവർ തന്നെയായിരുന്നു ഭൂമിയുടെ ഉടമസ്ഥര്. അപ്പോൾ കർഷകർ കുടിയാന്മാരായി മാറുകയും ഇവർ 60% വരെ നികുതി നൽകേണ്ട ഒരു അവസ്ഥ വരികയും നിശ്ചിത തീയതിയിൽ നികുതി പണമായിട്ട് തന്നെ നൽകണമായിരുന്നു. അപ്പം ആദ്യകാലങ്ങളിലൊക്കെ ഇവരെന്താണ് ഉൽപ്പന്നങ്ങളായിരുന്നു ഈ നികുതിയായിട്ട് കൊടുത്തിരുന്നത്. പക്ഷേ ഈ ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ പറയുന്നത് പണമായി തന്നെ എന്ത് വേണം? നികുതി നൽകണമെന്ന വ്യവസ്ഥ വന്നു. അപ്പോൾ ബ്രിട്ടീഷ് ഗവർണറായിരുന്ന കോൺവാലിസ് പ്രഭുവാണ് നമ്മുടെ ഈ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത്. അപ്പോൾ ആരാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ ഭരണാധികാരി? അത് നമ്മുടെ കോൺവാലിസ് പ്രഭുവാണ്. അപ്പോൾ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ കോൺവാലിസ് പ്രഭുവാണ് ബംഗാൾ, ബീഹാർ, ഒറീസ പ്രദേശങ്ങളിലാണ് നടപ്പിലാക്കിയത്. ഈ ഒരു സമ്പ്രദായ പ്രകാരം സെമീന്ദാർമാർ ഭൂമിയുടെ ഉടമകളായിട്ട് മാറുകയും കർഷകർ 60% വരെ നികുതി കൊടുക്കേണ്ട അവസ്ഥ നികുതി നൽകേണ്ട ഒരു അവസ്ഥ വരികയും നികുതി പണമായി തന്നെ നൽകണമെന്നൊരു വ്യവസ്ഥ വരികയും ചെയ്തു. അതിനു മുന്നേ സാധനങ്ങളായിട്ടായിരുന്നു നികുതി നൽകിയിരുന്നത്. അപ്പോൾ ഈ സെമീന്ദാർമാർ ഭൂമിയുടെ ഉടമസ്ഥരായപ്പോൾ കർഷകരെ അവിടെ കുടിയാന്മാരായിട്ട് മാറുകയാണ് ചെയ്തത്. അപ്പോൾ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത് ആരാണ്? നമ്മുടെ കോൺവാലിസ് പ്രഭുവാണ്. ഇനി ദക്ഷിണേന്ത്യയിൽ നടപ്പിലാക്കിയ ഒരു സമ്പ്രദായമാണ് റൈറ്റ് വാരി വ്യവസ്ഥ എന്ന് നമ്മൾ പഠിച്ചു അല്ലേ? കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി പിരിക്കുന്ന രീതിയാണിത്. നമ്മൾ ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ അവിടെ ഒരു ഇടനിലക്കാരനുണ്ട്. ആരാണത്? ജമീന്ദാർ അല്ലേ? ജമീന്ദാർ എന്നറിയപ്പെടുന്ന ഒരു ഇടനിലക്കാരനുണ്ട് അവിടെ. പക്ഷേ നമ്മുടെ ഈ ദക്ഷിണേന്ത്യയിലൊക്കെ നടപ്പിലാക്കിയത് അവിടെ ഒരു റൈറ്റ് വാരി വ്യവസ്ഥയായിരുന്നു. ഇവിടെ ഇവിടെ ഇടനിലക്കാരൊന്നുമില്ല. കർഷകരിൽ നിന്ന് നേരിട്ട് തന്നെ നികുതി പിരിക്കുന്ന ഒരു രീതിയാണ് റൈറ്റ് വാരി വ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഭൂമിയുടെ ഉടമസ്ഥാവകാശം അവിടെ ആർക്കായിരുന്നു? കർഷകർക്ക് തന്നെയായിരുന്നു. പക്ഷേ ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ ആർക്കായിരുന്നു? അവിടെ ജമീന്ദാർക്കായിരുന്നു ഭൂമിയുടെ ഉടമസ്ഥാവകാശം. എന്നാൽ റൈറ്റ് വാരി വ്യവസ്ഥയിൽ അവിടെ ഭൂമിയുടെ അവകാശം ആർക്കായിരുന്നു? കർഷകർക്ക് തന്നെ ആയിരുന്നു. എന്നാൽ മതിയായ നികുതി നിരക്ക് കർഷകരെ ദരിദ്രരാക്കി അല്ലേ? മാത്രമല്ല നികുതി നിരക്ക് ഇടയ്ക്കിടെ വർദ്ധിപ്പിച്ചിരുന്നു. അങ്ങനെ റൈറ്റ് വാരി വ്യവസ്ഥയിൽ കർഷകരായിരുന്നു ഭൂമിയുടെ ഉടമസ്ഥത. എന്നിരുന്നാലും ഭൂമിയുടെ ഉടമസ്ഥർ അവരെ ആയിരുന്നാലും നികുതി നിരക്ക് അവർക്ക് താങ്ങാൻ പറ്റുന്നതായിരുന്നില്ല. പക്ഷെ നികുതി നിരക്ക് ഇടയ്ക്കിടയ്ക്ക് ഇവരെന്താ ചെയ്തു? വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇനി മഹൽവാരി വ്യവസ്ഥ മഹൽവാരി വ്യവസ്ഥയുടെ ഗ്രാമത്തലവനായിരുന്നു നികുതി പിരിച്ചിരുന്നത്. അപ്പം നമ്മൾ പഠിച്ചു മഹൽവാരി വ്യവസ്ഥ എവിടെയാണ് നടപ്പിലാക്കിയത്? പടിഞ്ഞാറ് അല്ലേ? വടക്കു പടിഞ്ഞാറ് ഇന്ത്യയുടെ ഭാഗത്ത്. വടക്കു പടിഞ്ഞാറ് ഈ ഒരു ഭാഗമൊക്കെയാണ് വടക്കു പടിഞ്ഞാറ് ഇന്ത്യയുടെ ഭാഗം.
ഈ ഒരു ഭാഗം അല്ലേ, വടക്ക് പടിഞ്ഞാറ് ഇന്ത്യയുടെ ഭാഗത്തൊക്കെയാണ് ഏത് നടപ്പിലാക്കിയത്, നമ്മുടെ മഹൽവാരി വ്യവസ്ഥ നടപ്പിലാക്കിയത്. അപ്പം ഈ ഒരു വ്യവസ്ഥ പ്രകാരം ആരായിരുന്നു, ഗ്രാമത്തിലെ തലവനായിരുന്നു നികുതി പിരിച്ചിരുന്നത്. അപ്പം ഈ വ്യവസ്ഥയിലും നികുതി നിരക്ക് എന്താണ്, അമിതമായിരുന്നു. ഗ്രാമത്തെ എന്താണ് ഒരു മഹലുകളായിട്ട്, അതായത് ഓരോ യൂണിറ്റുകളായിട്ട് കണക്കാക്കിയിരുന്നു നികുതി പിരിച്ചിരുന്നത്. അപ്പോൾ മഹൽവാരി വ്യവസ്ഥയിൽ ഗ്രാമത്തെ ഓരോ യൂണിറ്റുകൾ, ഈ യൂണിറ്റുകളെ മഹൽ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, ഗ്രാമത്തിൻ്റെ തലവനായിരുന്നു നികുതി പിരിച്ചിരുന്നത്. എന്നാൽ റൈറ്റ് വാരി വ്യവസ്ഥയിൽ എന്താണ്, അവിടെ കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി പിരിച്ചിരുന്ന ഒരു സമ്പ്രദായമാണ് റൈറ്റ് വാരി വ്യവസ്ഥ. അത് ദക്ഷിണേന്ത്യ പ്രദേശങ്ങളിലാണ് നടപ്പിലാക്കിയത്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ അവിടെ ഒരു ഇടനിലക്കാരനെ വെച്ചിട്ടുണ്ടായിരുന്നു. ആരായിരുന്നു അവർ, ജമീന്ദാർ എന്നറിയപ്പെടുന്ന ഇടനിലക്കാരനായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ബ്രിട്ടീഷുകാർ ഈ നികുതി നയങ്ങളൊക്കെ ഇന്ത്യയിൽ നടപ്പിലാക്കിയത്. അപ്പോൾ ഇതെന്താണ്, വൻ പ്രത്യാഘാതങ്ങളാണ് കാർഷിക രംഗത്ത് കൊണ്ടുവന്നത്. ഉയർന്ന നികുതി നിശ്ചിത രീതിയിൽ പണമായി അടയ്ക്കാൻ കഴിയാതെ വന്ന കർഷകർക്ക് എന്താണ്, പലപ്പോഴും കൊള്ള പലിശക്കാരിൽ നിന്നൊക്കെ എന്താണ് പണം കടം വാങ്ങേണ്ട അവസ്ഥ ഉണ്ടാവുകയും കൃഷിയിടം പണയപ്പെടുത്തിയാണ് അവർ എന്ത് ചെയ്തത്, കടം വാങ്ങിയിരുന്നത്. അപ്പം ഉയർന്ന പലിശ നിരക്കായിരുന്നു കർഷകരിൽ നിന്നും ഈടാക്കിയിരുന്നത്. അപ്പം അതിനാൽ കടവും പലിശയും ഒക്കെ അടയ്ക്കാൻ കഴിയാതെ വന്ന കർഷകരുടെ ഭൂമി എന്താണ്, ഈ കൊള്ള പലിശക്കാരൊക്കെ കൈയടക്കി. അപ്പം ദക്ഷിണേന്ത്യയിലൊക്കെ കർഷകരായിരുന്നു ഭൂമിയുടെ ഉടമസ്ഥര് അല്ലേ. അപ്പം അവരെന്ത് ചെയ്തു, അവരുടെ കൃഷിയിടങ്ങളൊക്കെ പണയപ്പെടുത്തിയിട്ട് അവരെന്താണ് കൊള്ളപ്പലിശക്കാരിൽ നിന്നൊക്കെ പലിശയ്ക്ക് പൈസ എടുക്കുകയും ഇതടക്കാതെ വന്നപ്പോൾ എന്താണ്, അവർ കർഷകരുടെ ഭൂമി ഈ കൊള്ള പലിശക്കാർ കൈയടക്കുകയൊക്കെ ചെയ്തു. അപ്പം ഇതൊക്കെയാണ് കാർഷിക രംഗത്ത് എന്താണ് ഈ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഭൂനികുതി നയങ്ങളുമായി ബന്ധപ്പെട്ട് കാർഷിക രംഗത്തുണ്ടായ പ്രത്യാഘാതങ്ങൾ. ഇനി കൃഷിയുടെ വാണിജ്യവൽക്കരണത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മൾ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ മറ്റൊരു സംഭവമാണ് കൃഷിയുടെ വാണിജ്യവൽക്കരണം. അപ്പം ഇന്ത്യയിലെ കർഷകർ എന്താണ്, പരമ്പരാഗതമായി കൃഷി ചെയ്തിരുന്നത് കുടുംബത്തിൻ്റെയും ഗ്രാമത്തിൻ്റെയും ഒക്കെ ആവശ്യത്തിന് വേണ്ടി മാത്രമായിരുന്നു. അപ്പോൾ നമുക്ക് അന്നന്ന് ഉണ്ടാക്കും അല്ലെങ്കിൽ നമുക്ക് അന്നന്ന് ഭക്ഷണം കഴിക്കാനുള്ള കാര്യങ്ങൾ ഇതിനൊക്കെ വേണ്ടിയായിരുന്നു അല്ലേ, ഒരു ഗ്രാമത്തിൻ്റെ ആവശ്യത്തിനൊക്കെ വേണ്ടിയായിരുന്നു ആദ്യം നമ്മുടെ ഇന്ത്യയിലെ കർഷകർ കൃഷി ചെയ്തിരുന്നത്. അങ്ങനെ ബ്രിട്ടീഷ് ഭരണകാലത്ത് എന്താണ്, കർഷകർ വിപണി ലക്ഷ്യമാക്കി കൃഷി ചെയ്യാൻ നിർബന്ധിതരായി. അങ്ങനെ ഭക്ഷ്യവിളക്ക് പകരം ഇവരെന്താണ്, നാണ്യവിളകൾ, അതായത് ഭക്ഷ്യവിളക്ക് പകരം നാണ്യവിളകൾ വൻതോതിൽ കൃഷി ചെയ്തു. ഈ മാറ്റത്തെയാണ് നമ്മുടെ കൃഷിയുടെ വാണിജ്യവൽക്കരണം എന്ന് പറയുന്നത്. അപ്പോൾ അന്നന്നത്തെ ആവശ്യങ്ങൾക്ക് ഭക്ഷണത്തിന് വേണ്ടി മാത്രം കൃഷി ചെയ്തിരുന്ന കർഷകർ എന്താണ്, പിന്നീട് നാണ്യവിളകൾ കൃഷി ചെയ്യാൻ നിർബന്ധിതരാകുകയും അപ്പോൾ ഈ ഒരു വിപണി ലക്ഷ്യമാക്കിയിട്ടുള്ളൊരു കൃഷി ചെയ്യാൻ നിർബന്ധിതരാകുകയാണ് ചെയ്തത്. ഇതിനെയാണ് നമ്മൾ വാണിജ്യവൽക്കരണം എന്ന് പറയുന്നത്. അപ്പോൾ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ നികുതി നിരക്ക് എന്താണ്, കൂടുതലായിരുന്നു അല്ലേ, നമുക്ക് അറിയാം. മാത്രമല്ല എന്താണ്, ഇവർ നികുതി പണമായി തന്നെ അടയ്ക്കണമായിരുന്നു. അപ്പോൾ നിശ്ചയിക്കപ്പെട്ട തീയതിയിൽ തന്നെ എന്താണ്, ഇവർ പണം നൽകണമെന്നുള്ളൊരു വ്യവസ്ഥ കൂടി ഈ ബ്രിട്ടീഷുകാർ നികുതി നയങ്ങൾ നടപ്പിലാക്കിയപ്പോൾ കൊണ്ടുവന്നു. അപ്പം ഈ സാഹചര്യങ്ങളൊക്കെ നേരിടാൻ വേണ്ടിയായിരുന്നു എന്ത്, കർഷകർ വിപണിയിൽ കൂടുതൽ വില ലഭിക്കുന്ന ഉൽപ്പന്നങ്ങൾ കൃഷി ചെയ്തത്. അങ്ങനെ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങൾക്കായിരുന്നു വിപണിയിൽ ഉയർന്ന വില ലഭിച്ചത്. എന്താണ്, യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ആവശ്യമായ ഉൽപ്പന്നമായിരുന്നു വിപണിയിൽ ഉയർന്ന വില ലഭിച്ചത്. അങ്ങനെ ഇന്ത്യൻ കൃഷിയിടങ്ങൾ എന്താണ്, യൂറോപ്പിനായിട്ട് കൃഷി ചെയ്യാൻ തുടങ്ങി. അപ്പം അക്കാലത്ത് വ്യാപകമായിട്ട് കൃഷി ചെയ്ത വിളകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അക്കാലത്ത് വ്യാപകമായിട്ട് കൃഷി ചെയ്ത നാണ്യവിളകളൊക്കെ അല്ലേ ഏതായിരുന്നു, നീലം. ബംഗാൾ ബീഹാർ പ്രദേശങ്ങളിലൊക്കെ എന്തായിരുന്നു, നീലം കർഷകരായിരുന്നു കൂടുതലും. പരുത്തി കൃഷി ചെയ്തിരുന്നത് മഹാരാഷ്ട്ര പഞ്ചാബ് പ്രദേശങ്ങളിലായിരുന്നു പരുത്തി കൃഷി ചെയ്തിരുന്നത്. കരിമ്പ് ഉത്തർപ്രദേശിലാണ്. ഇപ്പോഴും കരിമ്പ് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് ഉത്തർപ്രദേശിൽ തന്നെയാണ്. തേയില ആസാം കേരള പ്രദേശത്താണ്. തേയില കുന്നിൻ ചെരിവൊക്കെ ഉണ്ടല്ലോ നമ്മുടെ
അവിടെയാണ് തേയില കൃഷികൾ ധാരാളമായിട്ട് കൃഷി ചെയ്യുന്നത്. ചണം, ബംഗാളിലാണ് ചണം കൃഷി ചെയ്തിരുന്നത്. ഗോതമ്പ് പഞ്ചാബിലാണ്. അപ്പോൾ നീലം കൃഷി ചെയ്തിരുന്നത് ബംഗാൾ, ബീഹാർ പ്രദേശത്തും, പരുത്തി മഹാരാഷ്ട്ര, പഞ്ചാബ് പ്രദേശത്ത്. പഞ്ചാബിൽ ഗോതമ്പ് കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. കരിമ്പ് ഉത്തർപ്രദേശിലാണ്, തേയില ആസാമിലും കേരളത്തിലുമായിരുന്നു. ചണം ബംഗാളിലാണ് കൃഷി ചെയ്യുന്നത്. അപ്പോൾ അക്കാലത്ത് കൃഷി ചെയ്തിരുന്ന പ്രധാനപ്പെട്ട നാണ്യവിളകളാണ് ഇവയൊക്കെ. വിപണി ലക്ഷ്യമാക്കിയിട്ടാണ് അക്കാലത്ത് കൃഷി ചെയ്തിരുന്നത്. ഇനി നീലം കർഷകരുടെ കലാപത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നീലത്തിന് ബ്രിട്ടീഷ് കാലത്ത് വിപണിയിൽ എന്താണ് ഉയർന്ന വില ലഭിച്ചിരുന്നു. അപ്പം നീലം കൃഷി ചെയ്തിരുന്ന പ്രദേശം ഏതാണെന്നാണ് നമ്മൾ പഠിച്ചത്. അക്കാലത്ത് ബംഗാൾ, ബീഹാർ പ്രദേശത്തായിരുന്നു നീലം കൃഷി ചെയ്തിരുന്നത്. അപ്പം ഈ നീലത്തിന് എന്താണ് ബ്രിട്ടീഷ് ഭരണകാലത്ത് വിപണിയിൽ നല്ല വില ലഭിച്ചിരുന്നു. അപ്പോൾ തുണികൾക്കൊക്കെ എന്താണ് നിറം നൽകാനായിരുന്നു നമ്മൾ ആ കാലത്ത് നീലം ഉപയോഗിച്ചിരുന്നത്. തുണിത്തരങ്ങൾക്കൊക്കെ നിറം നൽകാൻ. അപ്പം ഇന്നത്തെ പോലെ കൃത്രിമ ചായങ്ങൾ അന്നില്ലായിരുന്നു. അതുകൊണ്ട് നീലമാണ് ചെയ്തിരുന്നത്, നമ്മുടെ തുണികൾക്കൊക്കെ നിറം നൽകാൻ വേണ്ടി എടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെന്താണ് വിപണിയിൽ നല്ല പൈസ കിട്ടുമായിരുന്നു. അപ്പോൾ 18-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ ഉണ്ടായിരുന്ന വ്യവസായ വിപ്ലവം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓൾറെഡി. 18-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ എന്തുണ്ടായിരുന്നു? വ്യവസായ വിപ്ലവം ഉണ്ടായിരുന്നു. ഇതെന്താണ്? തുണി നിർമ്മാണ രംഗത്ത് വലിയ കുതിച്ചുചാട്ടമൊക്കെ ഉണ്ടായി. അപ്പോൾ നീലത്തിൻ്റെ ആവശ്യവും വർദ്ധിച്ചു വന്നു. അപ്പോൾ ഇന്ത്യയിലെ നീലം കൃഷി വ്യാപകമാക്കേണ്ടത് ബ്രിട്ടീഷ് വ്യവസായികളുടെ ആവശ്യമായിരുന്നു, അല്ലേ? അവർക്ക് ഇവിടെ നീലകൃഷി ചെയ്താലേ ഇവിടെ നിന്നും കയറ്റുമതി ചെയ്ത് അവരുടെ രാജ്യത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ കർഷകർക്ക് വൻതുക മുൻകൂറായിട്ട് നൽകിയിട്ട് അവരെ കൊണ്ട് ഇവിടെ നീലകൃഷി ചെയ്യിപ്പിച്ചു. അങ്ങനെ ഉയർന്ന ഭൂനികുതി അടക്കാൻ കഴിയാതെ വിഷമിച്ച കർഷകർ കമ്പനി ഉടമകളുടെ പ്രലോഭനത്തിനു വഴങ്ങി നീലം വ്യാപകമായിട്ട് അവർ കൃഷി ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നത്. ഇവിടെ കണ്ടില്ലേ, നീലം ഫാക്ടറിയൊക്കെ കാണിക്കുന്നുണ്ട്, ഒരു ചിത്രം. അന്നത്തെ കാലത്തെ ഒരു ചിത്രമൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ബ്രിട്ടീഷുകാരിൽ നിന്ന് പണം മുൻകൂറായിട്ട് ഈ കൈപ്പറ്റിയ ഓരോ കർഷകനും തൻ്റെ കൃഷിയിടത്തിൻ്റെ നിശ്ചിത ഭാഗത്ത് നീലം കൃഷി ചെയ്യണമായിരുന്നു. അപ്പോൾ ബ്രിട്ടീഷുകാർ പണം മുൻകൂറായിട്ട് നൽകുകയും അപ്പം അത്തരത്തിലുള്ള കർഷകർ അവരുടെ കൃഷിയിടത്തിൻ്റെ ഒരു നിശ്ചിത ഭാഗത്ത് കൃഷി ചെയ്യണം? നീലം കൃഷി ചെയ്യണം. ഇന്നത്തെ കൃഷിയിടത്തിൻ്റെ ഏറ്റവും ഫലഭൂഷ്ടമായ ഭാഗത്തായിരുന്നു ചെയ്യേണ്ടത്? നീലം കൃഷി ഇറക്കേണ്ടിയിരുന്നത്. അപ്പം അതിനാൽ ഭക്ഷ്യധാന്യങ്ങൾ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിൽ നീലം കൃഷിയൊക്കെ ചെയ്യേണ്ടി വന്നു. അപ്പോൾ അവർ ഭക്ഷ്യധാന്യങ്ങളൊക്കെ കൃഷി ചെയ്ത പ്രദേശത്ത് നീലം കൃഷി ചെയ്യാൻ നിർബന്ധിതരാകുകയാണ്, അല്ലേ? അങ്ങനെ വിളവെടുപ്പ് കാലത്താകട്ടെ ബ്രിട്ടീഷ് ഏജന്റുമാരുടെ ഇടപെടൽ കാരണം നീലത്തിന് കുറഞ്ഞ വില മാത്രമേ ലഭിച്ചുള്ളൂ. അപ്പോൾ പിൽക്കാലത്ത് കൃത്രിമ ചായങ്ങളുടെ കണ്ടെത്തലോടെ തുണികൾക്ക് നിറം നൽകാൻ നീലം ആവശ്യമില്ലാതായി. ഇതോടെ കൃഷിഭൂമിയുടെ ഭൂരിഭാഗവും നീലം കൃഷിക്ക് മാറ്റിവെച്ച കർഷകന്റെ അവസ്ഥ കൂടുതൽ ദുരിതത്തിലായി. അപ്പോൾ ഇതായിരുന്നു നീലം കർഷകരുടെ ഒരു സ്ഥിതി ബംഗാളിൽ. അപ്പം അതുവരെയും ഭക്ഷ്യധാന്യങ്ങൾ കൃഷി ചെയ്തു പോന്നിരുന്നവർ നീലം കൃഷി ചെയ്യാൻ അവിടെ നിർബന്ധിതരാകുകയാണ്. പിന്നീട് 1859 ബംഗാളിലെ കർഷകർ സംഘടിച്ചിട്ട് നീലം കൃഷി ഉപേക്ഷിക്കുകയാണെന്ന് പ്രഖ്യാപിച്ചു. അങ്ങനെ നീലം കൃഷിക്ക് വില ഒന്നും കിട്ടാതെ വന്നു. പിന്നീട് ഒരുപാട് കണ്ടെത്തലുകളും കൃത്രിമ ചായങ്ങളുടെ കണ്ടെത്തലുകളൊക്കെ വന്നതോടുകൂടി പിന്നീട് ഈ നീലത്തിന് വലിയ വില ഒന്നും മാർക്കറ്റിലില്ല, ഇപ്പോൾ യൂറോപ്പിലില്ല. അപ്പോൾ 1859 ആയപ്പോൾ നീലം കൃഷി ഉപേക്ഷിക്കുകയാണെന്ന് പ്രഖ്യാപിക്കുകയും അമ്പും വില്ലും വാളും കുന്തവുമായിട്ടൊക്കെ അവർ നീലം ഫാക്ടറികളൊക്കെ ആക്രമിച്ചു. അങ്ങനെ നിരവധി സ്ത്രീകളും കലാപത്തിൽ പങ്കെടുത്തു. ബ്രിട്ടീഷുകാരെ പിന്തുണച്ചവരെയും അവർക്ക് വേണ്ടി ജോലി ചെയ്തവരെയൊക്കെ കലാപകാരികൾ ബഹിഷ്കരിച്ചു. അങ്ങനെ ഗ്രാമങ്ങളിലെ ബ്രിട്ടീഷുകാർക്കെതിരെ ആരംഭിച്ച ഈ കലാപത്തെപ്പറ്റി നമ്മൾ കലാപത്തെപ്പറ്റി അറിഞ്ഞിട്ട് കൽക്കത്തയിൽ നിന്ന് നിരവധി വിദ്യാസമ്പന്നർ കലാപ പ്രദേശത്തിലെത്തിയിട്ട് കർഷകർക്ക് പിന്തുണ നൽകി.
അങ്ങനെ ഇതേ തുടർന്ന് നീലം കർഷകരുടെ പ്രശ്നങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടി ബ്രിട്ടീഷ് ഭരണാധികാരികൾ ഒരു കമ്മീഷനെ അയക്കുകയുണ്ടായിരുന്നു. അപ്പം ലാഭകരമല്ലാത്തതിനാൽ നീലം കൃഷി അവസാനിപ്പിക്കണമെന്ന് കമ്മീഷൻ നിർദ്ദേശിച്ചു. അപ്പം ഇതാണ് നീലം കർഷകർ അല്ലേ. നീലം കർഷകർ കലാപത്തിനിടയാക്കിയ സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ എന്താണ്, ആദ്യകാലത്ത് എന്താണ്, നീലം കൃഷിക്ക് എന്താണ് മാർക്കറ്റിൽ നല്ല ഡിമാൻഡായിരുന്നു. അതുകൊണ്ട് ഇവരെന്താണ് നീലം കൃഷി ആരംഭിക്കുകയാണ് അല്ലേ, അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് നിർബന്ധിച്ച്. പിന്നീട് അത് ഭക്ഷ്യദൗർലഭ്യം അല്ലേ, അവർ പരമ്പരാഗതമായി കൃഷി ചെയ്ത് വന്ന ഭക്ഷ്യധാന്യങ്ങളൊക്കെ വിളവൊക്കെ കുറഞ്ഞപ്പോൾ എന്താണ് നീലം കൃഷി നിർത്താൻ അവർ തയ്യാറാവുകയാണ്. അതിനെതിരായിട്ട് ഈ ഫാക്ടറികളൊക്കെ ആക്രമിക്കുകയും ഒരുപാട് സ്ത്രീകളൊക്കെ ഈ കലാപത്തിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്യുന്നു. ഇതിനാണ് നീലം കലാപം എന്ന് പറയുന്നത്. നീല കർഷക കലാപം, ഇത് ബംഗാളിലാണ്. 1859 നീല കർഷക കലാപം അല്ലേ. നീല കർഷക കലാപം എവിടെയാണ്, 1859 1859 നീലം കർഷക കലാപം. ഇനി കർഷക കലാപങ്ങൾ നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ മാത്രമല്ല കേരളത്തിലും ഉണ്ടായിരുന്നു. ബ്രിട്ടീഷ് അധീനതയിലായിരുന്ന മലബാറും എന്താണ് കലാപങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചൊരു പ്രദേശമാണ്. ജന്മിമാരുടെയും ബ്രിട്ടീഷുകാരുടെയും ചൂഷണവും അടിച്ചമർത്തലുമാണ് കലാപത്തിലേക്ക് നയിച്ചത്. അപ്പം നമ്മൾ ഉത്തരേന്ത്യയിൽ നടന്ന കലാപം, നീല കർഷകരുടെ കലാപത്തെക്കുറിച്ച് കണ്ടു. അതുപോലെ നമ്മുടെ കേരളത്തിലും നടന്നു. ജന്മിമാരെയാണ് ഭൂവുടമകളായിട്ട് ബ്രിട്ടീഷുകാർ കണക്കാക്കിയിരുന്നത്. അപ്പോൾ ശരിക്കും നമ്മൾ പറഞ്ഞു റൈറ്റ് വാലി സമ്പ്രദായം ദക്ഷിണേന്ത്യയിൽ നടപ്പിലാക്കി കർഷകരാണ് ഭൂമിയുടെ ഉടമസ്ഥർ എന്ന് പറഞ്ഞു. എങ്കിൽ കൂടിയും ജമീന്ദാർമാരെയാണ് ഭൂവുടമകളായിട്ട് ബ്രിട്ടീഷുകാർ കണക്കാക്കിയിരുന്നത്. അങ്ങനെ ബ്രിട്ടീഷുകാരുടെ പിന്തുണയോടെ എന്താണ് ഈ ജമീന്ദാർമാരെ നടത്തിയ കുടിയൊഴിപ്പിക്കൽ അടക്കമുള്ള ദ്രോഹ നടപടികൾക്കെതിരെയാണ് കലാപം നടന്നത്. അപ്പോൾ കർഷകരെന്താണ് കുടിയൊഴിപ്പിക്കലൊക്കെ നടത്തി. അങ്ങനെ ഭൂവുടമകളായിരുന്ന ജമീന്ദാർമാരിൽ നിന്നും എന്താണ് സ്ഥലം പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്ത പാട്ടക്കുടിയാന്മാരായിരുന്നു തെക്കേ മലബാറിലെ എല്ലാ കർഷകർ. അപ്പോൾ ഈ കർഷകരിലെ ഭൂരിഭാഗവും എന്താണ് മുസ്ലിങ്ങളായിരുന്നു. അന്ന് മലബാറിലെ മുസ്ലിങ്ങൾ മാപ്പിളമാരെന്നാണ് അറിയപ്പെട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ 19-ാം നൂറ്റാണ്ടിലുണ്ടായ ഈ കലാപത്തെ എന്താണ് മാപ്പിള കലാപം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ 22ഓളം കലാപങ്ങൾ എന്താണ് മലബാറിലുണ്ടായി. ഈ കലാപങ്ങളെയൊക്കെ അടിച്ചമർത്താൻ വേണ്ടി എന്താണ് സ്പെഷ്യൽ പോലീസ്. അപ്പോൾ ഈ തെക്കേ മലബാറിലെ കർഷകരെല്ലാവരും എന്താണ് മുസ്ലിങ്ങളായിരുന്നു. അതുകൊണ്ട് ഈ മുസ്ലിം വിഭാഗത്തെ മാപ്പിളമാരെന്നാണ് അവിടെ അറിയപ്പെട്ടിരുന്നത്. അതുകൊണ്ട് ഈ 19-ാം നൂറ്റാണ്ടിലുണ്ടായിരുന്ന ഈ കലാപങ്ങളെയാണ് മാപ്പിള കലാപങ്ങൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഈ കലാപങ്ങൾ എന്താണ് 22ഓളം കലാപങ്ങൾ മലബാറിലുണ്ടായി. ഈ കലാപങ്ങളെ എല്ലാം കൂട്ടിയാണ് നമ്മൾ മാപ്പിള കലാപങ്ങൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഈ കലാപത്തെയൊക്കെ അടിച്ചമർത്താൻ വേണ്ടി ഒരു മലബാർ സ്പെഷ്യൽ പോലീസ് എന്ന പേരിൽ ഒരു പ്രത്യേക വിഭാഗം പോലീസ് സേനയൊക്കെ രൂപീകരിച്ചു. അങ്ങനെ ഈ തുടർച്ചയായ കലാപങ്ങളെയൊക്കെ പറ്റി പഠിക്കാൻ വേണ്ടി ബ്രിട്ടീഷ് ഗവൺമെൻറ് നിയോഗിച്ച കമ്മീഷനാണ് ഏത് വില്യം ലോഗൻ കമ്മീഷൻ. അപ്പോൾ വില്യം ലോഗൻ കമ്മീഷൻ ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പോൾ എന്താ മാപ്പിള കലാപവുമായി അല്ലേ. കർഷക കലാപം അഥവാ മാപ്പിള കലാപവുമായി ബന്ധപ്പെട്ടതാണ് വില്യം ലോഗൻ കമ്മീഷൻ. അപ്പോൾ വില്യം ലോഗൻ കമ്മീഷൻ എന്താണ് മാപ്പിള കലാപവുമായാണ് ബന്ധപ്പെട്ടിരിക്കുക. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് കലാപത്തിന് കാരണമായതെന്നാണ് ഈ കമ്മീഷൻ ചൂണ്ടിക്കാട്ടിയത്. അപ്പോൾ മലബാറിൽ 22ഓളം കലാപത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത് മാപ്പിള കലാപങ്ങൾ എന്ന് പറയുന്നത്. ഇത് അന്വേഷിക്കാൻ വേണ്ടി നിയോഗിച്ച കമ്മീഷനാണ് വില്യം ലോഗൻ കമ്മീഷൻ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ മലബാർ കലാപം വരെയാണ് 1921 ഈ കാലഘട്ടത്തിലാണ് എന്ത് ഉണ്ടാകുന്നത് മാപ്പിള കലാപങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ മാപ്പിള കലാപം വരെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചു നിർത്തിയത്.
അപ്പോൾ നോക്കാം നമുക്ക് എന്തൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പറഞ്ഞത്. ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി വ്യവസ്ഥയെക്കുറിച്ച് പറഞ്ഞു, ശാശ്വത ഭൂനികുതി വ്യവസ്ഥ, മഹൽവാരി വ്യവസ്ഥ, റൈറ്റ്വാരി വ്യവസ്ഥയെക്കുറിച്ച് പറഞ്ഞു. പിന്നീട് നീലം കർഷകരുടെ കലാപം 1859 നീലം കർഷകരുടെ കലാപം നടക്കുന്നത്. പിന്നീട് നമ്മുടെ കേരളത്തിലോട്ട് വരുമ്പോൾ എന്താണ്, മാപ്പിള കലാപങ്ങളാണ്. മാപ്പിള കലാപത്തെക്കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷൻ ആരായിരുന്നു? വില്യം ലോഗൻ കമ്മീഷനായിരുന്നു എന്ന് ഓർത്തിരിക്കാം. ഇതൊക്കെ SSCRTയിൽ പറയുന്ന പോയിന്റ്സ് ആണ്. അപ്പോൾ ഈ പോയിന്റ്സ് എങ്കിലും നിങ്ങൾ പഠിക്കാം. അപ്പോൾ ഇതിനപ്പുറം നമുക്ക് പഠിക്കാനുണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ആയിട്ട് നമ്മൾ സിലബസ് അനുസരിച്ച് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ചാപ്റ്ററിൽ പഠിച്ചത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ബാക്കി ഭാഗമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ ക്ലാസ് ഉപകാരപ്രദമായെന്ന് തോന്നിയാൽ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും